ചിങ്ങം 1 സർക്കാർ പരിപാടികൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള കർഷകരുടെ കരിദിനാചരണം പാലക്കാട് നഗരത്തിൽ 5 വിളക്കിന് സമീപത്ത് നടന്നു. കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കെട്ടുതാലിയുമായി നെല്ലിന്റെ വില ലഭിക്കാത്തതിൽ കർഷകർ പ്രതിഷേധിച്ചത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചിങ്ങം 1 പാലക്കാട്ടെ കർഷകരുടെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കുഴൽമന്നത്തെ കർഷകർ ഈ ശവമഞ്ചത്തിൽ യാത്ര നടത്തിയും ആ ശവമഞ്ചം കത്തിച്ചുമൊക്കെയാണ് പ്രതിഷേധിച്ചതെങ്കിൽ പാലക്കാട് നഗരത്തിൽ 5 വിളക്ക് ഭാഗത്ത് കർഷകർ അവർ കെട്ടുതാലിയും ഏന്തിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്. തങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ കെട്ടുതാലി വരെ പണയം വെച്ച് അത് തിരിച്ചെടുക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് കർഷകർ പ്രധാനമായിട്ടും പറയുന്നത്. അവരെല്ലാം ഒരു കറുത്ത ഷോളും അണിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതീകാത്മകമായ പ്രതിഷേധം ഇവിടെ നടത്തുന്നത്. ഏത് സാഹചര്യത്തിലാണ് പ്രതിഷേധം? മാർച്ചിൽ കൊയ്തതാണ്. മാസം ഇപ്പോൾ ആഗസ്റ്റായി, ഇന്നേ വരെ കൊയ്ത നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഓണം എങ്ങനെ ഉണ്ണും എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ കർഷകനിപ്പോൾ ഒരു 5 ഏക്കർ നെൽകൃഷിയുള്ള ഒരു കർഷകൻ്റെ ദൈനംദിന വരുമാനം എന്ന് പറയുന്നത് 166 രൂപയാണ്. ആ തുക പോലും സർക്കാർ സമയത്തിന് തരാതെ ഈ കർഷകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഈ സർക്കാരിൻ്റെ കോടതി പറഞ്ഞിട്ട് പോലും ഈ സർക്കാർ അംഗീകരിക്കുന്നില്ല. കോടതി പറഞ്ഞിട്ട് PRC കിട്ടി 2 മാസത്തിനുള്ളിൽ പൈസ കൊടുക്കണമെന്ന് 2023 കോടതി വിധി നിലനിൽക്കുക. അത് നിലവിലുള്ളപ്പോൾ പോലും ഈ സർക്കാർ ആ വിധി നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ ഞങ്ങൾ ആരെ സമീപിക്കണം? വീണ്ടും കോടതി പോയിരിക്കുക. കോടതി ഇപ്പോൾ നാളെ കേസ് പരിഗണിക്കുന്നുണ്ട്. കോടതി നാളെ എന്ത് പറയുന്നുള്ളൂ നോക്കി കാണാനാണ് ഇരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയും തെറ്റ് ചെയ്താൽ ഈ കർഷകൻ ആത്മഹത്യ ഇല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ ആരെങ്കിലും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഈ സർക്കാരിനായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നിങ്ങൾ അധ്വാനം വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ അതിൻ്റെ പണം പോലും കിട്ടാത്ത ഒരു സ്ഥിതിയാണല്ലേ. 5 മാസമായി 6 മാസം കാത്തു സൂക്ഷിച്ച് പാറ്റ മുതൽ പന്നി വരെ ശത്രുക്കളായി ഇത് പരിപാലിച്ച് കൊയ്ത്ത് കഴിഞ്ഞ് മില്ലുകാരൻ്റെയും ഏജൻറ്റിൻ്റെയും എല്ലാം ആട്ടും തുപ്പും കൊണ്ടാണ് സപ്ലൈകോ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ 5 മാസമായിട്ട് പൈസ തരാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. 5 മാസമായി ഇന്ന് നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ല. ഇതാണെങ്കിൽ 2-3 പ്രാവശ്യം കൃഷി ഇറക്കി ഇരിക്കുന്നു കാലവർഷത്തിൻ്റെ വികൃതി കൊണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം പണയം വെച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് ഭാര്യമാരുടെ കെട്ടുതാലി മാത്രമാണ്. ഒരു മഞ്ഞൾ കഷ്ണം അവരുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത് താലി അഴിച്ചിട്ട് വന്നിരിക്കുക. ഈ ഓണം ഉണ്ണാനുള്ള ഒരു മാർഗം ഇതിൽ പണയപ്പെടുത്തിയിട്ടോ വിറ്റ് കിട്ടുന്ന 5000 7,000 വാങ്ങിയിട്ട് ഓണം ഉണ്ണാനാണ് നമ്മുടെ തീരുമാനം. ആശുപത്രി ചെലവിന് വഴിയില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വഴിയില്ല, വയസ്സായവരെ നോക്കാനുള്ള വഴിയില്ല. നേരത്തിന് 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ കർഷകൻ വളരെയേറെ ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയിലാണ് വന്യമൃഗശല്യം. ഇതെല്ലാം സഹിച്ചു കൊടുത്ത നെല്ലിൻ്റെ പൈസ 5 മാസമായിട്ടും തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ 1 രൂപ എന്തെങ്കിലും ബാലൻസ് വച്ചാൽ അന്ന് കേരളം സ്തംഭിപ്പിക്കും അവർ. അതേ സ്ഥാനത്ത് എല്ലാ ഈ MLA-മാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുക, ബന്ധപ്പെട്ട മന്ത്രിമാർ ടൂർ പോകാൻ പൈസയുണ്ട്, ചികിത്സിക്കാൻ പൈസയുണ്ട്. പാവപ്പെട്ട കർഷകൻ അവൻ്റെ അസുഖം വന്നാൽ ചികിത്സിക്കാൻ ബാങ്കിൽ കയറി ഇറങ്ങി പണം വന്നോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതി. ബാങ്കുകാരൻ്റെ തെറി. ബാങ്കുകാരൻ പറയുന്ന 5 ആൾക്കേ തരുള്ളൂ, ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഗവൺമെൻറ് പലതും പറയും, ഞങ്ങൾക്ക് പൈസ വന്നാലേ തരാൻ പറ്റുള്ളൂ എന്നുള്ള അവരുടെ ചീത്ത. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഇനിയുള്ള മാർഗം ഈ കെട്ടുതാലി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഓണമുണ്ടാകാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്, അത്രയേറെ ദുരിതം അനുഭവിക്കുകയാണ് തങ്ങൾ എന്നുള്ളതാണ് ഈ കർഷകർ പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവർ ഈ കെട്ടുതാലി പ്രതീകാത്മകമായി കെട്ടുതാലി ഏന്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ജില്ലയിൽ ഇതുവരെ 27,000-ലേറെ കർഷകർക്കാണ് നെല്ലിൻ്റെ സംഭരിച്ച വില സർക്കാർ നൽകാനുള്ളത്. 200 കോടിയിലേറെ രൂപ കർഷകർക്ക് നൽകാനുണ്ട്. അതിൽ സർക്കാർ പലപ്പോഴും കേന്ദ്രത്തിന് തുക ലഭിച്ചില്ല, കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കേന്ദ്രത്തിന് 2022 മുതലുള്ള കണക്കുകൾ പോലും കൊടുക്കാത്ത സർക്കാരാണ് ഈ കർഷകരെ ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.